അസ്സലാമു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആസിഫ് എവിടെയാണ് ഉള്ളതെന്ന് ചെറിയൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മത്തിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മക്കൾ നമ്മുടേതാണ്. നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ മക്കളാണ്. ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെ വേണ്ട എല്ലാ വൃത്തികേടും ചെയ്യുന്നവർക്ക് ഇന്ന് പെണ്ണുണ്ട്. നല്ല ദീനിയായി കുടുംബം നോക്കി നല്ല രീതിയിൽ നടക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും ഇന്ന് പെണ്ണില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ മക്കൾക്ക് ചെറുക്കനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പഴയ കാലത്ത് പോലെ ചെറുക്കന്മാരുടെ ദോഷം മനസ്സിലാക്കാൻ ഇന്ന് ഒരുപാട് പാടാണ്. അന്ന് കള്ളും കഞ്ചാവുമായിരുന്നു. പക്ഷെ ഇന്ന് MDMA പോലുള്ള മയക്കുമരുന്നാണ്. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമാണ്. കള്ളാണെങ്കിൽ സ്മെല്ല് കൊണ്ടും അവരുടെ ഭാവം കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഞ്ചാവും അതുപോലെ തന്നെ. പക്ഷേ ഈ MDMA പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല. സ്വന്തം മക്കളായാൽ പോലും ഈ സാധനം ഇന്ന് വിപണിയിൽ എത്തിക്കാനും അത് ഉപയോഗിക്കാനും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുമാത്രമല്ല, ഇത് നിയമത്തിന്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ പുറത്തിറങ്ങാനും എളുപ്പമാണ്. വെറും 3 മാസം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. ശ്രദ്ധിക്കുക, നന്നായി അന്വേഷിക്കുക. ഇന്ന് പെണ്ണ് കിട്ടാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ പാവം കുട്ടികളെയാണ്, പാവങ്ങളെയാണ്, യത്തീം മക്കളെയാണ്. അപ്പോൾ പാവപ്പെട്ടവരാകുമ്പോൾ ഇവരുടെ പണവും പത്രാസും കണ്ട് പെട്ടെന്ന് ഇവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതാണ് തെറ്റ്. വേറൊന്നും നമ്മൾ നോക്കില്ല. പാവപ്പെട്ട കുട്ടികളെ ഇവരെന്തിനു തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, പാവപ്പെട്ട കുട്ടികളെ കഴിക്കണമെന്ന് ഇവർ നിയത്ത് ചെയ്തതാണത്രേ, പടച്ചറബിൽ നിന്നും പുണ്യം കിട്ടാൻ. അതും കൂടി കേൾക്കുമ്പോൾ മാതാപിതാക്കളായ നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കില്ല. നല്ല മോനായിരിക്കും, നല്ല കുടുംബക്കാരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൽ വീണു പോകരുത്. ഇന്ന് ഇങ്ങനെയുള്ള ആളുകൾ, മാന്യന്മാരായ ആളുകളെയാണ് ഇവർ ബ്രോക്കറായി ഉപയോഗിക്കുന്നത്. ഉസ്താദുമാരെയും നമ്മുടെ സമൂഹത്തിലെ നല്ല ആളുകളെയും കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കുക. എനിക്കൊരു പാവപ്പെട്ട യത്തീം മോളെ കല്യാണം കഴിക്കണമെന്നുണ്ട്, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. അങ്ങനെയാണ് ഇവർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗതികെട്ട ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടാകും. ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതോ ഒന്നെങ്കിൽ ഉസ്താദുമാരോ നമ്മുടെ നാട്ടിലെ നല്ല പ്രമാണിമാരോ. അവരാകുമ്പോൾ പിന്നെ നമുക്ക് സംശയങ്ങളൊന്നും തോന്നില്ല, പിന്നെ അന്വേഷിക്കാനും പോവില്ല. അവൻ്റെ നിയത്താണല്ലോ പടച്ചറബിൽ നിന്നും പുണ്യം ലഭിക്കാൻ. പിന്നെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവർ, ഈ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. നമ്മുടെ മക്കളാണ്, നമ്മളാണ് അന്വേഷിക്കേണ്ടത്. കണ്ണൂർ വളപട്ടണം പൊയ്ത്തുംകടവിൽ 20 വയസ്സുകാരി സ്വന്തം ബെഡ്റൂമിൽ ജീവനൊടുക്കി. നാടിനെ പൊട്ടിക്കരയിപ്പിച്ച ഒരു മരണമായിരുന്നു അത്. വിവാഹം കഴിഞ്ഞിട്ട് 7 മാസമേ ആയുള്ളൂ. ഭർത്താവ് ആസിഫ് ദുബായ്ക്കാരനായിരുന്നു. ആസിഫ് കെട്ടിയിരിക്കുന്നത് കണ്ണൂർ വളപട്ടണത്തെ പൊയ്ത്തുംകടവിലുള്ള ഒരു പാവപ്പെട്ട ചായക്കടക്കാരൻ്റെ മകളെയായിരുന്നു. ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താണെന്നറിഞ്ഞപ്പോൾ ഒന്നുമില്ല, അവൻ്റെ മനസ്സിലൊരു നിയത്തായിരുന്നു. മരണപ്പെട്ട ഫാത്തിമ റിസായി എന്ന ഈ ഒരു പെൺകുട്ടി നല്ലൊരു ദീനിയായ കുട്ടിയായിരുന്നു. അറബി കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഈ മോളെ ആസിഫ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടിയുടെ വീട്ടിലെത്തി പെണ്ണിനെ ചോദിക്കുന്നതും ഇവരുടെ വിവാഹം നടക്കുന്നതും. ദുബായ്ക്കാരനായ ആസിഫ് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വിസിറ്റ് വിസ എടുത്ത് ഫാത്തിമ റിസയെ ദുബായിലേക്ക് കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് 1 മാസമേ ആയിട്ടുള്ളൂ. ഈ കുട്ടി ആസിഫിന്റെ വീട്ടിൽ നിന്നും അനുഭവിച്ചത് കൊടും പീഡനമായിരുന്നു. ഭർത്തു വീട്ടിൽ നിന്ന് തന്നെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ജീവനൊടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് ആ കുട്ടിയെ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് മറച്ചു വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ മോള് ആസിഫിന്റെ അടുത്തേക്ക് ദുബായിലേക്ക് പോകുന്നതും അവിടെ വെച്ചാണ് ആ കുട്ടി ആ ഒരു 20 വയസ്സുകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചത്. അതിക്രൂരമായ പീഡനമായിരുന്നു അത്രേ അവിടെ നടന്നത്. സ്വന്തം ഭർത്താവായ ആസിഫ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. ഇവന്റെ മുമ്പുള്ള വേഷമാണിത്. പെണ്ണ് കാണാൻ വന്നപ്പോൾ കുറച്ചു നാള് ദർസിൽ പഠിച്ചിരുന്നത്രേ. ആ ഒരു കോലമാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു വേഷം കെട്ടലല്ലേ, ഒരു മറ. വൃത്തികേടുകൾക്ക് മതം ഒരു മറയായി കാണുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഈ ആസിഫും. എന്നാണ് വേഷം കെട്ടൽ. നല്ലത് ചമഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുക. ഇവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും അറിയില്ല. ഫാത്തിമത്ത് റിസയുടെ വീട്ടുകാർക്ക് ഇവൻ ഒരു തങ്കക്കുടമായിരുന്നു. ഫാത്തിമത്ത് റിസയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാതാപിതാക്കൾക്ക് അറിയിക്കുകയാണെങ്കിൽ തന്നെ അവർ വിശ്വസിക്കില്ല ഇവനെക്കുറിച്ച് പറഞ്ഞാൽ. അവൻ അങ്ങനെ പേരെടുത്തിരുന്നു അവരുടെയൊക്കെ മുന്നിൽ. ആ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതൊരു വലിയൊരു വാർത്തയായി മാറുന്നത്. അതിനു മുമ്പേ ആദ്യം നമ്മളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് പല ന്യൂസ് ചാനലുകളിലും ഈ ഒരു വാർത്ത വരാൻ തുടങ്ങിയത്. ദുബൈയിലെത്തിയ ഫാത്തിമ റിസ
അനുഭവിക്കേണ്ടി വന്നത് ഒരു 20 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇവന്റെ വൃത്തികെട്ട സ്വഭാവത്തെ അവൾ ചോദ്യം ചെയ്തു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി അവൾ അവനോട് ചോദ്യം ചെയ്യുകയും അതിനെ ചൊല്ലി ഒരു മൃഗത്തെ പോലെ ഇവളോട് പെരുമാറുകയും ചെയ്യുകയുണ്ടായി. സ്വന്തം കൂട്ടുകാർക്ക് വലിച്ചു കീറി ഇട്ടുകൊടുക്കുകയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം കിടക്കാൻ പോലും ഈ ചെറുക്കൻ അവളോട് നിർബന്ധിച്ചത്രേ. എവിടെ എത്തിപ്പോയി? അവസാനം എല്ലാം സഹിച്ചും പുറത്തും 2 മാസം കൊണ്ട് അവൾ നാട്ടിലെത്തി. അതിനുശേഷമാണ് ഈ കുട്ടി ജീവനൊടുക്കുന്നത്. ഇതൊരു ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു കൊലപാതകമാണ്. പാവം മോൾക്ക് പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഈ മോൾക്ക് വേണ്ടി. ആ മോള് അവസാനമായി കൂട്ടുകാർക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സ് തകർത്തിക്കളഞ്ഞത്. പ്രിയപ്പെട്ടവർ, അത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ കുട്ടിയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകൂ. മറക്കാൻ പാടില്ല. ഈ വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിങ്ങനെ കത്തണം. Aku തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനിയും നിക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കുറെ. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. മതി, ഇത്രയൊക്കെ കേട്ടാൽ മതി. ഇത് നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിലെ തീ അണയാൻ പാടില്ല. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുമുണ്ട്. അതുപോലെ ആകരുത് നമ്മുടെ ഫാത്തിമ റിസയുടെ കാര്യം. അവന് നിയമത്തിന് മുന്നിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അവനിവിടുന്ന് മുങ്ങിയതാണ്. അവൾ മരിച്ച അന്നേ ദിവസം ഒന്നറിയാത്തവനെ പോലെ ആ മോളുടെ മയ്യത്ത് കാണാൻ വന്നിരുന്നു ആ ഒരു പകയൻ. നാട്ടുകാരുടെ അടുത്ത് തല്ലും കിട്ടി ഓടിയതാ. പിന്നെ കേൾക്കുന്നത് അവനിവിടുന്ന് നാട് വിട്ടു എന്ന. അങ്ങനെ ഇപ്പോഴാണ് ആ പൊന്നുമോള് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പും അവൾ കൂട്ടുകാരിക്ക് അയച്ച വാട്സപ്പ് സന്ദേശവും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവന് ലുക്കൌട്ട് നോട്ടീസും പ്രഖ്യാപിച്ചു. താമസിച്ചു പോയി. ഇപ്പോൾ അവൻ എവിടെയുണ്ടെന്ന് ചെറിയൊരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. ഇപ്പം ഗൾഫിൽ ഇവൻ വർക്ക് ചെയ്യുന്നത് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലെ അൽ ജഫേലിയ ദുബൈയിലാണ് ഇവൻ വർക്ക് ചെയ്തുകൊണ്ട്. ഏകദേശം നല്ലൊരു സാലറിയിൽ സെമി ഗവൺമെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പിംഗും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അമീർ സെന്റർ എന്ന് പറഞ്ഞ ക്വാളിറ്റി ജനറൽ സർവീസിലാണ് ഇവൻ വർക്ക് ചെയ്യുന്നുള്ളത്. ആരെങ്കിലും അപ്പോൾ എൻ്റെ മനസാക്ഷിയുള്ള ദുബായ് പ്രവാസികളോട്, ഇയാളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയൊരു സംഭവം നടത്തിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവൻ രക്ഷപ്പെടാനുള്ള കാരണം പറയുന്നത് ഇതാണ്. അതായത് ഫാത്തിമത്ത് റിസ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഈ ഫാത്തിമത്ത് റിസയുടെ ഹസ്ബൻഡ് ആസിഫിനെ സഹായിക്കുന്നു എന്നുള്ള വിവരം പല ആളുകളിലും ചർച്ചപ്പെട്ടിട്ടുണ്ട്. ആസിഫിന്റെ പല ബന്ധുക്കളും സജീവമായ രാഷ്ട്രീയത്തിൽ, ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് എടുത്തു പറയുന്നു. അല്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് രക്ഷപ്പെടുക? കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത്. എന്തെന്നായാലും ഈ ഒരു മോളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരും മറന്നുകൂടാ. അത് ഓർമ്മപ്പെടുത്തുവാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത്. അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക. വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ ഒരു കണക്കിനും ഇവരെ നമുക്ക് മനസ്സിലാകില്ല. ഇവർക്ക് കാറുണ്ടാകും, ബംഗ്ലാവ് ഉണ്ടാകും. ജോലി എന്താണെന്ന് ചോദിച്ചാൽ പറയും ബിസിനസ് ആണെന്ന്. ഒരു പഠിപ്പും ഇല്ല, വിവരവുമില്ല, ജോലിയും ഇല്ലാത്തവൻ. അവന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പണവും 2-3 വാഹനങ്ങളും. ചിന്തിക്കണം ഇത് എവിടുന്ന് വന്നു എന്ന്. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൺമക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള വാഹനങ്ങൾ, അവരുപയോഗിക്കുന്ന വസ്ത്രം, അവരുടെ ഫോണുകൾ. മക്കൾക്ക് ജോലി ബിസിനസ്സാണെന്ന് പറയുകയാണെങ്കിൽ സൂക്ഷിച്ചോ. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ ഇന്ന് സോട്ടും കൂട്ടുമിട്ട് അന്തസ്സിൽ നടക്കുന്നു. കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്ര സമ്പാദ്യം ഇവിടെ അയാളുടെ മോൻ സമ്പാദിച്ചു കഴിഞ്ഞു. ചിന്തിക്കണ്ടേ ഇതൊക്കെ വാങ്ങി വെക്കുമ്പോൾ? വെറും 5-6 മാസം കൊണ്ട് മകൻ ഇവിടെ പലതും സമ്പാദിച്ചു കഴിഞ്ഞു. ഇതിനെ നമുക്ക് എങ്ങനെയാണ് പൂട്ടിടുക? ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ പേരിട്ടിട്ടില്ലായിരുന്നു. മുമ്പും ഇതുപോലെ പിടിക്കപ്പെടാറുണ്ട്. അതൊന്നും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അത് റീൽസായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇന്നത് നമ്മൾ റീൽസായി കാണുമ്പോൾ നല്ല രസമാണ്, ഒരു സിനിമയൊക്കെ കാണുന്നത് പോലെ. മയക്കുമരുന്ന് പിടിക്കുന്നു, കഞ്ചാവ് പിടിക്കുന്നു, പോലീസുകാർ ഓടുന്നു. അതൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ആവേശം കൂടുകയാണ്. അത്രയേ ഉള്ളൂ. എല്ലാ ലഹരിയും ഇവിടെ പൂട്ടണം. നമുക്ക് അമിതമായി തോന്നുന്ന എല്ലാ സാധനങ്ങളും ലഹരിയാണ്. അത് മയക്കുമരുന്നും കഞ്ചാവും മാത്രമല്ല. അപ്പോൾ ഇതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ മോൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.